ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പാഠത്തിൻ്റെ എക്സസൈസാണ്. റീപ്രൊഡക്ഷൻ പ്ലാന്റ്സ് എന്ന പാഠത്തിൻ്റെ എക്സസൈസാണ് ഇനി നോക്കാനുള്ളത്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ചാപ്റ്ററാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദീകരിച്ചതുമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇതിൻ്റെ എക്സസൈസും കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. First, fill in the blanks. Production of the new individuals from the vegetative part of parent is called dash. എന്താ പറയുക, വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നതിന് നമ്മൾ വിളിക്കുക വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. എ ഫ്ലവർ മേ ഹാവ് ഐദർ മെയിൽ ഓർ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്സ്. സച്ച് ഫ്ലവേഴ്സ് ഈസ് കോൾഡ് എന്താ വിളിക്കുക, ഒന്നുകിൽ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലെങ്കിൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട്. എന്ന് വിളിക്കുക യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്നാണ്, അല്ലേ? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. രണ്ടും കൂടെ ഉള്ളതാണ് നമ്മളതിനെ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് വിളിക്കും. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദി സ്റ്റിഗ്മ ഓഫ് ദി സെയിം ഓർ അനദർ ഫ്ലവർ ഓഫ് ദി സെയിം കൈൻഡ് ഈസ് നോൺ ആസ്. ഒരു പോളൻ ഒരു ഫ്ലവർ ആന്തറിൽ നിന്ന് മറ്റൊരു സ്റ്റിഗ്മയിലേക്ക്, ഒന്നുകിൽ ആ ഫ്ലവറിൻ്റെ തന്നെ വേറൊരു പൂവാകും അല്ലെങ്കിൽ മറ്റൊരു ചെടിയുടെ പൂവാകും. അതിന് നമ്മൾ എന്താ വിളിക്കുക, എന്ത് പോളിനേഷൻ എന്നാ വിളിക്കുക? സെൽഫ് പോളിനേഷനോ അല്ലെ ക്രോസ് പോളിനേഷനോ? ക്രോസ് പോളിനേഷൻ, അല്ലേ? ദ ഫ്യൂഷൻ ഓഫ് ദി മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ് ഈസ് ടേംഡ് ആസ്. മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും കൂടെ കൂടിച്ചേർന്നതിന് നമ്മൾ എന്ത് വിളിക്കുക? ഫെർട്ടിലൈസേഷൻ, അല്ലേ? ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുക. ലാസ്റ്റ് ആണ് സീഡ് ഡിസ്പേഴ്സൽ ടേക്സ് പ്ലേസ് ബൈ മീൻസ് ഓഫ് ഡാഷ് ഡാഷ് ആൻഡ് ഡാഷ്. എങ്ങനെയൊക്കെയാണ് സീഡ് ഡിസ്പേഴ്സൽ നടക്കുക? ബൈ വിൻഡ്, വാട്ടർ, എയർ, അല്ലേ? ഏതിലെങ്കിൽ അതോടൊപ്പം തന്നെ ബൈ ആനിമൽസ്. എങ്ങനെയാവാം? ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഗിവ് എക്സാമ്പിൾസ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ബഡ്ഡിങ്, സ്പോർ ഫോർമേഷന്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനൊക്കെ ഉദാഹരണങ്ങളായിട്ട് പറയാം. എക്സ്പ്ലെയിൻ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്? സ്റ്റേറ്റ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്ഷൽ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെയും അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെയും പ്രധാന വ്യത്യാസങ്ങൾ എന്തെല്ലാം? അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം എഴുതണമെന്നില്ല. സ്കെച്ച് ദ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഓഫ് എ ഫ്ലവർ. വരയ്ക്കാനാണ്, അത് വേണ്ട. ആറാമത്തെ, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ. സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? ഹൗ ഡസ് ദ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ഫ്ലവേഴ്സ്. സസ്യങ്ങളിൽ എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? എങ്ങനെ നടക്കുന്നത്? ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലെത്തും. സ്റ്റിഗ്മയിൽ നിന്ന് സ്റ്റൈൽ വഴി ഓവറയിലെത്തും. ഓവറയിൽ ഒവ്യൂൾ ഉണ്ടാകും. ഓവറയിൽ വെച്ച് ഈ പോളൻ ഗ്രെയിനും ഒവ്യൂളും കൂടെ കൂടിച്ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടക്കും. ഡിസ്ക്രൈബ് ദ വേരിയസ് വേസ് ബൈ വിച്ച് സീഡ്സ് ആർ ഡിസ്പോസ്ഡ്. വിശദീകരിക്കേണ്ടല്ലോ, സീഡ് ഡിസ്പോസലിന് വ്യത്യസ്ത മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതാൻ. മാച്ച് ദ കോളംസ്. എ ആൻഡ് ബി ആണ്. കോളം 1, എ ബഡ്, ഐസ്, ഫ്രാഗ്മെൻറ്റേഷൻ, വിങ്സ്, സ്പോർസ്. മേപ്പിൾ, സ്പൈറോജറ, ഈസ്റ്റ്, ബ്രെഡ് മൗൾഡ്, പൊട്ടറ്റോ, റോസ്. ബെഡ് ഫോർമേഷൻ എന്തിനാണ് നമ്മൾ പറഞ്ഞത്? പൊട്ടറ്റോയിൽ, അല്ലേ? ബെഡ് ഫോർമേഷൻ നമ്മൾ പറഞ്ഞത് ഈസ്റ്റ് ആണ്, അല്ലേ? ഐസ്, പൊട്ടറ്റോ. ഫ്രാഗ്മെൻറ്റേഷൻ സ്പൈറോജറ. വിങ്സ് മേപ്പിൾ. സ്പോർസ് ബ്രെഡ് മൗൾഡ്, അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ച ഇതിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നോക്കിക്കോളാം. ടിക്ക് ദ കറക്റ്റ് ആൻസർ. ദ റിപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ് ഈസ് ഏതാണ്? ഒരു പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്? ലീഫ്, സ്റ്റെമ്മ്, റൂട്ട്, ഫ്ലവർ. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഉത്തരം, ശരി ഉത്തരം ഏതാണോ അത്. ദ റിപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ് ഈസ് എന്നുള്ളതിൻ്റെ ശരി ഉത്തരം ഈ വീഡിയോക്ക് കമൻ്റായിട്ട് ചെയ്യണം.
രണ്ടാമത്തേത് പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് ദി മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ് ഇസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ, പോളിനേഷൻ, റിപ്രൊഡക്ഷൻ, സീഡ് ഫോർമേഷൻ. മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും കൂടെ കൂടിച്ചേരുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുക ഫെർട്ടിലൈസേഷൻ എന്നാണ്. മേച്ചർ ഓവറി ഫോംസ് ദി സീഡ്, സ്റ്റേമൻ, പിസ്റ്റിൽ, ഫ്രൂട്ട്. ഓവർ എന്തായിട്ടാണ് മാറുക? ഫ്രൂട്ടായിട്ടാണ് മാറുക. എ സ്പോർ പ്രൊഡ്യൂസിങ് പ്ലാന്റ് ഇസ് റോസ്, ബ്രെഡ് മൗൾഡ്, പൊട്ടറ്റോ, ജിഞ്ചർ. ബ്രെഡ് മൗൾഡ്. ബ്രയോഫിലം ക്യാൻ reproduce by its stem, leaves, roots, flower. ലീവ്സ് ആണ് അല്ലേ. ഇത്രയാണ് എക്സസൈസ് ഉള്ളത്. ഇത് കൃത്യമായിട്ട് ചെയ്യുക. അതിൽ വരയ്ക്കാൻ പറഞ്ഞത് വരയ്ക്കേണ്ട, ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ ലിങ്ക് ഉണ്ടാവും, അതിൽ അപ്ലോഡ് ചെയ്യാം. അതോടൊപ്പം എക്സ്റ്റൻഡഡ് ലേണിംഗ് ആക്ടിവിറ്റീസ് പ്രോജക്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അതോടെ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങണം. അതിന് മുമ്പ് എല്ലാവരും ഇത് കൃത്യമായിട്ട് പഠിക്കുക.